കണ്ണാ, നീ വന്നെന്ന് ലച്ചു പറഞ്ഞു. എന്തേ പാതിരാത്രിയായി എത്താൻ? അതോ മുത്തി, എൻ്റെ ഒരു സ്റ്റാഫ് കല്യാണം ആണെന്നും പറഞ്ഞ് മുങ്ങി. പിന്നെ വർക്കെല്ലാം എൻ്റെ തലയിലായി. അവൻ സരസ്വതി അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഗൗരിയെ നോക്കിയാണ് പറയുന്നത്. ഗൗരിക്ക് മറുപടി പറയാതെ സമാധാനം കിട്ടുന്നില്ല. അവളൊന്ന് ഇളകിക്കിടന്നു. മുത്തിക്കറിയോ, ആ സ്റ്റാഫ് ഉണ്ടല്ലോ. അവൻ വീണ്ടും പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഗൗരി എഴുന്നേറ്റ് നിന്നു. അവനെ കൂർപ്പിച്ചു നോക്കി. ആ സമയമാണ് ജിത്തു അവിടേക്ക് വന്നത്. അമ്മ, മാമൻ തറവാട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നല്ലോ. ജിത്തു പറഞ്ഞു നോക്കിയത് ഗൗരിയുടെ മുഖത്തേക്കാണ്. ഇവിടെ ഇപ്പോൾ എന്താ ആകെ മറിമായും. അവൾ വിരൽ വായിലേക്ക് വെക്കാൻ നിന്നത് പെട്ടെന്ന് താഴ്ത്തിയിട്ട് ആദിയെ നോക്കി. മോളെ നീ? ജിത്തു ഗൗരിയെ നോക്കി അവളുടെ അടുത്തേക്ക് വന്നു. സാർ ഇവിടെ. അവൾ എഴുന്നേറ്റ് നിന്നു. സരസ്വതി അമ്മ ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കിയിരിപ്പാണ്. അമ്മ, ഈ കുട്ടി ജിത്തു നീ കണ്ടില്ലല്ലോ അല്ലേ മോളെ? പ്രഭാമയുടെ പേരക്കുട്ടിയാണ്, അനന്തൻ്റെ. ഓർമ്മയില്ലേ നിനക്ക്? അവൻ്റെ മോളാണ്. ജിത്തു വിശ്വസിക്കാനാവാതെ അവരുടെ അടുത്തേക്ക് വന്നു. അയ്യോ, എന്നിട്ട് എൻ്റെ കുട്ടിയെ എനിക്ക് മനസ്സിലായില്ലല്ലോ. വാ, ഇവിടെ ഇരിക്കൂ. ജിത്തു സരസ്വതി അമ്മയുടെ അടുത്തിരുന്നു. ഗൗരിയെ അടുത്ത് പിടിച്ചിരുത്തി. ആദ്യം ഇതെല്ലാം കണ്ട് ഗൗരിയുടെ മുഖത്തെ ഭാവം നോക്കിയിരിക്കുകയാണ്. ജിതേന്ദ്രവർമ്മ സാറിനെ കണ്ട ഞെട്ടൽ കുട്ടിക്ക് മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അവിടെ ഉള്ളതെല്ലാം ആൾ മറന്നുപോയി. ഞാനും അനന്തനും സെയിം പ്രായമാണ്. ഞങ്ങൾ എത്ര ഇവിടെ ഈ മുറ്റത്ത് ഓടി കളിച്ചിട്ടുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ടോ മോളെ? ഇല്ല സാർ, അച്ഛനും അമ്മയും കല്യാണം അടുപ്പിച്ച് വരും. എന്നാലും അമ്മ, ദൈവത്തിൻ്റെ ഓരോ കളി. ഈ മോള് നമ്മുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എടാ കണ്ണ, നിനക്ക് മനസ്സിലായില്ലേ മോളെ? പിന്നെ മനസ്സിലാവാതെ അച്ഛാ? എന്നെ പറ്റിച്ചു മുങ്ങിയ സ്റ്റാഫല്ലേ ഇവിടെ പൊങ്ങിയേ? അതെ, ഞാൻ പറ്റിച്ചു മുങ്ങിയിട്ടൊന്നുമില്ല സാർ. ഞാൻ ലീവ് എടുത്ത് അത്രയും ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് വന്നത്. ഈ സാർ കള്ളം പറയുക. അവൾ മുഖം വീർപ്പിച്ച് ചുണ്ടുകൊട്ടി തിരിഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് അപ്പുറം മാളു അന്തം വിട്ട് നിൽപ്പുണ്ട്. വന്നേ എല്ലാവരും പ്രാതൽ വിളമ്പിയിട്ടുണ്ട്. ഭാനു അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അച്ഛൻ എന്തിയേ ഭാനുമോളെ? അച്ഛൻ രാവിലെ തറവാട്ടിൽ പോയതല്ലേ. മാമൻ എല്ലാറ്റിനും അച്ഛൻ വേണം. ഇനി കല്യാണം കഴിയോളം ആളെ ഇവിടെ നോക്കണ്ട. മോള് തല നന്നായി തുടച്ചില്ലേ? രാസനാദി വേണോ കുഞ്ഞ്? വേണ്ട ഭാനുമ, ഞാൻ അത് ഇടാറില്ല. അതും നല്ലതാ. ശീലമാക്കിയാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. മാളു, മോളെയും കൂട്ടി വാ. കണ്ണ, നിനക്ക് ഇഷ്ടപ്പെട്ട അരിക്കൂൺ കിട്ടിയിട്ടുണ്ട്. ഏട്ടത്തി അതിൻ്റെ പണിയിലാ. രാത്രി ഇടിമുരണ്ടു എന്ന് പറഞ്ഞ് അതിരാവിലെ തിരയാൻ ഇറങ്ങിയതാ. ഭാനു പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. മാളു ഗൗരിയുടെ കയ്യിൽ പിടിച്ചു. ഗൗരി അവളെ ഒന്ന് നോക്കി. കൈ തട്ടി മാറ്റി നടന്നു. നല്ല മോളല്ലേ? കണ്ണേട്ടൻ്റെ സാധനം ചോദിക്കാതെ എടുത്ത എൻ്റെ ചെവി പൊന്നാക്കും. അതാ ഞാൻ വേഗം അവിടെ നിന്ന് മുങ്ങിയത്. എനിക്കറിയോ കണ്ണേട്ടനാ നിൻ്റെ കലിപ്പൻ ബോസ് എന്ന്. പ്ലീസ് മോളെ, ഇന്നത്തേക്ക് ക്ഷമിക്ക്. മാളു അവളുടെ ചെവിയിൽ തന്നെ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അടുക്കളയിൽ നിന്ന് അരിക്കൂണിൻ്റെ സ്മെൽ വന്നതും ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ നിന്ന ഗൗരി അടുക്കളയിലേക്ക് നടന്നു. അപ്പച്ചി, നല്ല സ്മെല്ല്. ഇത് വേവായതാണോ? ചോദിച്ചുകൊണ്ട് ഗൗരി ചെറിയൊരു പാത്രം എടുത്തു നീട്ടി. മോളെ, കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കട്ടെ? ലച്ചു പറഞ്ഞുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഗൗരിയുടെ പാത്രത്തിലേക്ക് വിളമ്പിക്കൊടുത്തു. നോക്കിയത് ഗൗരിയുടെ തൊട്ടപ്പിറകെ നിൽക്കുന്ന ആദിയെയാണ്. അവൻ്റെ നോട്ടം അമ്മയുടെ മുഖത്തേക്കാണ്. അമ്മ പറഞ്ഞ സർപ്രൈസ് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. അവൻ ഗൗരിയെ നോക്കി അവളുടെ ബാക്കിൽ നിന്നാണ് പറയുന്നത്. എന്നാൽ ഗൗരി കരുതിയത് അരിക്കൂണിൻ്റെ കാര്യമാണെന്നാണ്. ആദ്യം ഒരു സ്പൂൺ എടുത്ത് അവളുടെ പാത്രത്തിൽ നിന്ന് കോരിയെടുത്തു. ഗൗരിയുടെ ചുണ്ടൊന്ന് കൂർത്തു. ഇത് അപ്പച്ചിയുടെ മോനാണ് അല്ലേ? എത്ര നല്ല അപ്പച്ചിയും സാറുമാണ്. നിങ്ങളുടെ മോൻ എന്തേ ഇങ്ങനെയായേ? കലിപ്പൻ. അവൾ അവൻ്റെ വയറ്റിൽ കൈമുട്ടുകൊണ്ട് ഒരു കുത്തു കൊടുത്ത് അവിടെ നിന്നും പോയി. ആദ്യം അമ്മയെ നോക്കി കണ്ണടച്ച് കാണിച്ച് അവളുടെ പിന്നാലെ തന്നെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ഗൗരിനന്ദ, എനിക്കും വേണം അതിൽ നിന്ന്. അത് മുഴുവൻ ഒറ്റയ്ക്ക് കഴിക്കല്ലേ? അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാനായി തന്നെ ഒരുങ്ങി ഇറങ്ങിയ പോലെ. അതെ, ഇതിൽ നിന്ന് ഇനി ഒരു തുള്ളി പോലും കിട്ടില്ല. ഇത് അപ്പച്ചി എനിക്ക് തന്നതാ. അവൾ വേഗം മുഴുവനും അവളുടെ പ്ലേറ്റിലേക്കിട്ട് ചുട്ടുവെച്ച ദോശ മുകളിലേക്കിട്ടു. അമ്മ കണ്ടോ, ഈ നന്ദുട്ടി എനിക്ക് അത് തരണില്ല. ആദ്യം അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു കൂവി.
എന്നെ ഗൗരി നന്ദ വിളിച്ചാൽ മതി. നന്ദുട്ടീന്ന് എൻ്റെ അച്ഛമ്മയാ വിളിക്കുക. അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലേ ഇനി നിന്നെ ഞാൻ നന്ദുട്ടീന്ന് മാത്രമേ വിളിക്കൂ. നന്ദുട്ടി, നന്ദുട്ടി, നന്ദുട്ടി. അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു. ഗൗരിയുടെ മുഖം ചുവന്നു, കണ്ണു കലങ്ങി. സരസ്വതി അമ്മ ഭാനുവിനെ ഒന്ന് നോക്കി. കണ്ണാ, വേണ്ടാട്ടോ, എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കാതെ. നീ പോയി കഴിക്കാൻ നോക്ക്. നിനക്കുള്ളത് ഏട്ടത്തി കൊണ്ടുവരും. ഭാനു വേഗം ഗൗരിയെ ചേർത്ത് പിടിച്ചു. അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. മാളുവിന് ആദിയുടെ ഈ മാറ്റമാണ് അത്ഭുതമാക്കിയത്. തന്നോടല്ലാതെ വേറൊരാളോടും, ഗായത്രിയോടോ ഗംഗേച്ചിയോട് പോലും ഇത്രയും അടുത്ത് ഇടപെടാറില്ല. ഗൗരിയോടുള്ള ഈ പെരുമാറ്റം അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. സ്വതവേ ഗൗരവക്കാരനാണ്. ആവശ്യത്തിൽ മാത്രം സംസാരം. അത്രയും അടുപ്പമുള്ളവരോട് മാത്രമേ ഇങ്ങനെ പെരുമാറൂ. അങ്ങനെയുള്ള ആളാ. അവൾ ആദിയെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഗൗരിക്ക് ഓപ്പോസിറ്റ് ഇരുന്ന ആദിയുടെ കണ്ണുകൾ അവളുടെ മുഖത്താണ് അധികവും. ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് പുഞ്ചിരി മിന്നിമായുന്നുമുണ്ട്. കണ്ടുപിടിക്കണം, ഈ കള്ളക്കണ്ണൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കണം. മാളു ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഗൗരിക്ക് ആ വക ശ്രദ്ധയേയില്ല. ഭാനുവിൻ്റെ ഒരു തലോടൽ അവളുടെ വിഷമമെല്ലാം മാറിയിരുന്നു. മോളെ, അച്ഛൻ്റെ നമ്പർ തരൂ. ഞങ്ങളെല്ലാവരും പണിയും കളഞ്ഞ് ഇവിടെ എത്തി. അവൻ മാത്രം അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കേണ്ട അല്ലേ ലക്ഷ്മണ? ജിത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇനി സാറേ എന്നൊന്നും വിളിക്കരുത്. ലച്ചു അപ്പച്ചിയല്ലേ നിൻ്റെ? അപ്പോൾ മാമ വിളിക്കുക എന്നെ. അയാൾ അവളുടെ തലയിലൊന്ന് തലോടി. വിളിക്കില്ലേ? അയാൾ ഒന്നുകൂടി ചോദിച്ചു. ആ, അവൾ തലയാട്ടിക്കൊണ്ട് അപ്പുറം നിൽക്കുന്ന ആദിയെ ഒന്ന് നോക്കി. ആദ്യ അവളെയും നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ഇത്രയും വേഗം ഇയാൾ നന്നായോ? അവൾ അവനെ നെറ്റി ചുളിച്ച് ഒന്നുകൂടി കൂർപ്പിച്ചു നോക്കി. ആദ്യം നല്ല ആളാ. വന്നിട്ടെന്തേ വിളിക്കാഞ്ഞ്? ഗിരി എവിടെ നിന്നോ അവിടെ എത്തി. ആ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നടാ. വാ ഗൗരി, അമ്മിണിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. ചിലപ്പോൾ ഇന്ന് പ്രസവിക്കും എന്നാണ് രാവണി മാമ പറയണത്. പോയി നോക്കാം. മാളു ധൃതിയിൽ വന്ന് ഗൗരിയെ കൈപിടിച്ച് പോകാനിറങ്ങി. മാളു, നന്ദുട്ടി വെറ്റിനറി ഡോക്ടറാണോ നിൻ്റെ അമ്മിണിയുടെ പ്രസവമെടുക്കാൻ? അതുകൂടി കേട്ടതും ഗൗരിക്ക് ചൊരിഞ്ഞു കയറി. നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ നന്ദുട്ടി വിളിക്കണ്ട എന്ന്. ഓ, വലിയ ബോസ് വന്നിരിക്കുന്നു. അതെ, എൻ്റെ ബോസ് ജിതേന്ദ്രവർമ്മയാണ്. എൻ്റെ മാമനാണ് കേട്ടോ ഇപ്പോൾ. ഇനി നിങ്ങളെ പേടിക്കാൻ എന്നെ കിട്ടില്ല. ഓ, വലിയ ബോസ് വന്നിരിക്കുന്നു. ഏത് നേരത്താണോ എന്തോ ഇങ്ങരുടെ ഓഫീസിൽ കയറാൻ തോന്നിയത്. അവൾക്ക് കലിപ്പ് നിൽക്കുന്നില്ല. ആദ്യ കൈയും കെട്ടി അവളുടെ വിറക്കുന്ന ചുണ്ടിനെയും ചുവന്ന മൂക്കിൻ തുമ്പിലും നോക്കി നിന്നു. മാളു, ഇതാണോ നീ പറഞ്ഞ നിൻ്റെ ഹീറോ കണ്ണേട്ടൻ? നിനക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ഇയാളുണ്ടല്ലോ, അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അല്ലെങ്കിൽ വേണ്ട. അവൾ സ്വയം നിയന്ത്രിച്ച് ഉമ്മറത്തേക്ക് നടന്നു. മാളു ആദിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവളുടെ പിന്നാലെ പോയി. എന്താടാ, നീ എന്തിനാ ഗൗരിയെ ദേഷ്യം പിടിപ്പിച്ചേ? അതൊരു സാധു കുട്ടിയായിരുന്നല്ലോ. അതിനെ ഇങ്ങനെ പ്രഷർ കയറ്റിയത് എന്തിനാ? ഗിരി ആദിയുടെ തോളിൽ തട്ടി ചോദിച്ചു. ആ, പോകുന്ന മുതലാ നമ്മുടെ പുതിയ ബ്രാഞ്ചിലെ സ്റ്റാഫ്. ബിയാർക്ക് കഴിഞ്ഞതും ജോലിക്ക് കയറിയതാണ്. കാണുന്നത് പോലെയല്ല, നല്ല തലയാ. വന്നു കയറിയിട്ട് ഒരു മാസം തികഞ്ഞില്ല. പഠിക്കുന്ന സമയത്ത് 7000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഡിസൈൻ ചെയ്ത മുതലാണ്. അത് ബേസ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് കിട്ടി 11,000 സ്ക്വയർ ഫീറ്റിൻ്റെ. അതും വിജയിച്ചാൽ അവർക്ക് വേറെയും പ്ലാനുണ്ട്. ഓ, അപ്പോൾ കമ്പനിക്ക് വലിയൊരു തുക പ്രോഫിറ്റ് വാങ്ങിത്തരുന്ന അവളെയാണോ നീ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്? ഞാൻ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയല്ലേ. 2 മിനിറ്റിനേ ഉണ്ടാകൂ. കുറച്ചു കഴിഞ്ഞാൽ മറന്നിട്ടുണ്ടാകും. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു.